PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നും ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ്? എ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് ഓൾ ദ ലെഡ്ജർ അക്കൗണ്ട്സ് prepared on any particular date to verify whether the entries in the books of account are arithmetically correct. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ് അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ടിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ഡേറ്റിലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു അക്കൗണ്ട് അല്ല, ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. If the debit and credit columns are equal, it is assumed that accounts are arithmetically correct. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വൽ ആയാൽ അക്കൗണ്ട്സ് അരിത്തമെറ്റിക്കലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് കോളംസ് ഓഫ് ട്രയൽ ബാലൻസ് മസ്റ്റ് ടാലി. ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് കോളത്തിൻ്റെ ടോട്ടലും മസ്റ്റായിട്ടും ടാലി ആവണം. If any error is found out by preparing a trial balance, the same can be timely rectified before preparing final accounts. ഇങ്ങനെ ടാലി ആവാതിരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എറർ ട്രയൽ ബാലൻസിൽ കണ്ടെത്തിയാൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ അത് കറക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെയ്നിങ് വേരിയസ് ലെഡ്ജർ ബാലൻസസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഇത് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഈസ് എ സമ്മറൈസ്ഡ് ലെഡ്ജർ. ഇതൊക്കെയാണ് ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് 3 തരം മെത്തേഡ് പറയുന്നുണ്ട്. അതിലൊന്ന് ടോട്ടൽ ഓർ ഗ്രോസ് മെത്തേഡ്, 2 ബാലൻസ് ഓർ നെറ്റ് മെത്തേഡ്, ടോട്ടൽസ് കം ബാലൻസസ് മെത്തേഡ്. ആദ്യത്തേത് ടോട്ടൽ ഓർ ഗ്രോസ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ബൈ ടേക്കിംഗ് അപ്പ് ദ ടോട്ടൽ ഓഫ് ബോത്ത് ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ്. എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളത്തിലേക്ക് എഴുതുക. അതാണ് ടോട്ടൽ എമൗണ്ട് മെത്തേഡ്. The debit totals tally with the total of the column of the credit totals. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളം ടോട്ടലും ക്രെഡിറ്റ് കോളം ടോട്ടലും ടാലി ആവണം. ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഹോൾഡ് ട്രൂ ഇൻ ദിസ് കേസ് ഓൾസോ. അപ്പം ഇതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്, ടോട്ടൽ എമൗണ്ട് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രോസ് മെത്തേഡ് എന്ന് പറയും. അതായത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും അതുപോലെ തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടലിലേക്ക് എഴുതുക. എന്നിട്ട് ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും ടാലി ആവണം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് മെത്തേഡാണ്. ഇതിൽ ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഷുഡ് ബി റൈറ്റിംഗ് ഇൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. രണ്ടാമത്തെ ടൈപ്പിൽ ലെഡ്ജർ ബാലൻസ് ചെയ്യണം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളത്തിൽ കാണിക്കണം, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കണം. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവണം. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടൽസ് കം ബാലൻസസ് മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് വി പ്രിപ്പയർ 4 കോളംസ്. ഇൻ 2 കോളംസ് വി റൈറ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഇൻ ദ അതർ 2 കോളംസ് വി റൈറ്റ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ഓഫ് അക്കൗണ്ട്സ്.
മുമ്പ് പറഞ്ഞ രണ്ട് മെത്തേഡും കൂടി കമ്പൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ടോട്ടൽസ് കം ബാലൻസസ് മെത്തേഡ്. 4 കോളം ഉണ്ടാവും. ഡെബിറ്റിൻ്റെ ടോട്ടലും എഴുതും, ക്രെഡിറ്റിൻ്റെ ടോട്ടലും എഴുതും. അതുപോലെ ഡെബിറ്റ് ബാലൻസ് ലെഡ്ജർ ബാലൻസ് ചെയ്തിട്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ, അങ്ങനെ 4 കോളത്തിൽ ഈ രണ്ട് മെത്തേഡും കാണിക്കുന്നതിനെയാണ് ടോട്ടൽസ് കം ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഏത് മെത്തേഡ് ആയാലും ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ടാലി ആവണം. അങ്ങനെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഇനി അടുത്തത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പ്രോസസ്സ്. അക്കൗണ്ടിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. Financial statements are prepared at the end of financial period and gives information about the financial performance and financial position. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ പീരീഡിൻ്റെ, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലാണ്. ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തേതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. Trading account is an account prepared to find out the result of buying and selling of goods and services. The result of trading may be either gross profit or gross loss. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ബൈയിങ് ആൻഡ് സെല്ലിങ് ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ് അല്ലെങ്കിൽ എൻട്രീസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. Trading account is an account prepared to find out the result of buying and selling of goods and services. The result of trading may be either gross profit or gross loss. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ്, പ്രിപ്പയർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ റിസൾട്ട് ഓഫ് മാനുഫാക്ചറിങ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ്. ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൻ്റെയും മാനുഫാക്ചറിങ്ങിൻ്റെയും റിസൾട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് തരുന്നത്. ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. ഇത് എന്ത് തരം അക്കൗണ്ടാണ് ചോദിച്ചാൽ അത് നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെയാണ് കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് കറൻറ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തെ, മുൻപത്തെ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഈ കറൻറ്റ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറയുമ്പം നെറ്റ് പർച്ചേസ് ആയിരിക്കണം, അതായത് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഗുഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഫ്രീ സാമ്പിൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇങ്ങനെയുള്ള എല്ലാം കുറച്ചിട്ടുള്ള ബാലൻസ് നെറ്റ് പർച്ചേസ് ആണ് കാണിക്കേണ്ടത്. പിന്നെ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഓൾ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഇൻ പർച്ചേസിങ് ഗുഡ്സ് ടിൽ ദേ ആർ ബ്രോട്ട് ടു ദ പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ സെയിൽ ആർ കോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇങ്ങനെ വേജസ് ആൻഡ് സാലറി, കസ്റ്റംസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി, ഫ്രൈറ്റ്, ക്യാരിയേജ് ഇൻവേർഡ്, റോയൽറ്റി, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫ്യൂവൽ, ഇങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെയാണ് പിന്നീട് കാണിക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി. പിന്നെ സെയിൽസ് നെറ്റ് സെയിലായിരിക്കണം, അതായത് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കാണിക്കണം. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ് കുറച്ചിട്ടുള്ള നെറ്റ് സെയിൽസാണ് കാണിക്കേണ്ടത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന എൻട്രീസ് നമ്മൾ പറഞ്ഞു. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും ഒക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചിരിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് സെയിൽസിന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും.
ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസുമാണ്. സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് ഡെബിറ്റ് സൈഡിലുള്ള 3 എൻട്രീസ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസിൽ നിന്ന് ഇങ്ങനെ കിട്ടിയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഗ്രോസ് ലോസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് സെയിൽസ്. ഗ്രോസ് ലോസിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും കൂടുതൽ. അതിൽ നിന്ന് സെയിൽസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് ലോസ് കിട്ടും. ദ ബാലൻസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് മേ ബി എയ്തർ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇനി എന്ത് തന്നെ ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും ഗ്രോസ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ജേണൽ എൻട്രീസ് പാസ് ചെയ്തിട്ടാണ്. ഇത്തരം ജേണൽ എൻട്രീസിനെയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. വൈൽ പ്രിപ്പയറിംഗ് ദ ട്രേഡിംഗ് അക്കൗണ്ട്, ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് സൈഡ് ബൈ പാസിംഗ് ജേണൽ എൻട്രീസ്. സച്ച് എൻട്രീസ് ആർ കോൾഡ് ക്ലോസിംഗ് എൻട്രി. എ ജേണൽ എൻട്രി മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലോസിംഗ് എ റവന്യൂ ഓർ എക്സ്പെൻസ് അക്കൗണ്ട് ഈസ് കോൾഡ് ക്ലോസിംഗ് എൻട്രി. ഉദാഹരണത്തിന് ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിൽ ക്ലോസിംഗ് എൻട്രി വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അതേപോലെ പർച്ചേസിൻ്റെ കേസിലും അതെ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസ്. ഇനി സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വരും. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് എൻട്രി വരിക. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കേസിൽ ക്ലോസിംഗ് എൻട്രി വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഗ്രോസ് ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചും. ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് എ ബിസിനസ് ഡ്യൂറിങ് എ പീരീഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യും, ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ റവന്യൂ അതർ ദാൻ സെയിൽ ഈസ് ക്രെഡിറ്റഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് ഉദാഹരണങ്ങളാണ് റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ്, കമ്മീഷൻ, പാക്കിംഗ് ചാർജസ്, സാലറി. ഇതെല്ലാം ഇൻകത്തിൽ വരുന്നതാണ്. കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇങ്ങനെയുള്ള എല്ലാ റവന്യൂവും എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എൻട്രീസ് പാസ് ചെയ്യുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോസിംഗ് എൻട്രി പാസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറിയുടെ കേസിൽ ക്ലോസിംഗ് എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സാലറി എന്നാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറി വരണം. ടു സാലറി എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി റവന്യൂ ആണെങ്കിൽ, ഇൻകം ആണെങ്കിൽ നേരെ തിരിച്ചാണ് എൻട്രി വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ആവുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റ് ആകുമ്പോൾ ക്ലോസിംഗ് എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പഠിച്ചു. അടുത്തത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് അറ്റ് എ ഗിവൺ ഡേറ്റ്. ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ആസ് ഓൺ ഗിവൺ ഡേറ്റ്. ഒരു ഡേറ്റിൽ
ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അസറ്റ് ആർ ഷോൺ ഇൻ റൈറ്റ് സൈഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ ഇൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. It is called balance sheet because it is a statement of balances of ledger accounts which have not been closed till the preparation of trading and profit and loss account. ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്തിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ക്ലോസ് ചെയ്യാത്ത എൻട്രീസാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അതായത് റിയൽ അക്കൗണ്ടിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും ബാലൻസസ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ് പോയിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ടോട്ടൽ അസറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആവണം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. ബിസിനസ്സിൻ്റെ മിറർ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റാണ്. ഇറ്റ് ഈസ് എ മിറർ ഓഫ് ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റെക്കോർഡിംഗ് ഓഫ് ഓപ്പണിംഗ് എൻട്രി അറ്റ് ദ ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് ഇയർ. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ ബാലൻസ് ഷീറ്റ് സഹായിക്കുന്നു. അതുപോലെ ടു ഫൈൻഡ് ഔട്ട് ദ സോൾവൻസി ഓഫ് എ ബിസിനസ്സിൻ്റെ സോൾവൻസി മനസ്സിലാക്കാൻ ബാലൻസ് ഷീറ്റ് സഹായിക്കും. To make assessment of the progress of the business, to ascertain the nature and cost of assets and also the nature and amount of liabilities at a given date. ഇതൊക്കെയാണ് ബാലൻസ് ഷീറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. ആദ്യത്തേത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഈ ഒരു മെത്തേഡിൽ Under this method, assets which can be easily converted into cash are stated first. അതായത് കറണ്ട് അസറ്റ് ആദ്യം കാണിക്കും. ക്യാഷിലേക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് ആദ്യം കാണിക്കുന്നത്. അതർ അസറ്റ്സ് വിച്ച് കനോട്ട് ബി സോ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആർ എൻറ്റേർഡ് നെക്സ്റ്റ്. ദസ് കറണ്ട് അസറ്റ്സ് ലൈക്ക് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ് എക്സെട്ര ആർ ഷോൺ ഫസ്റ്റ്. ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ എക്സെട്ര വിൽ ഫോളോ ദ കറണ്ട് അസറ്റ്സ്. അതേപോലെ തന്നെയാണ് ലയബിലിറ്റീസും. ലയബിലിറ്റീസ് ഓഫ് ബിസിനസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് അർജൻസി. അർജൻറ്റായിട്ട് കൊടുത്തു തീർക്കേണ്ട, അതായത് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആണ് ആദ്യം കാണിക്കുന്നത്. കറണ്ട് ലയബിലിറ്റീസ് ആർ റിട്ടൺ ഫസ്റ്റ്, ദെൻ ഫോളോഡ് ബൈ ഫിക്സഡ് ലയബിലിറ്റീസ് ആർ എൻഡിങ് വിത്ത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഏറ്റവും ഒടുവിലാണ് കാണിക്കുന്നത്. അതാണ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. Under this method, permanent assets are shown first, followed by current assets. ആദ്യം പെർമനൻ്റ് അസറ്റ് കാണിക്കും, അതിനുശേഷമാണ് കറണ്ട് അസറ്റ് കാണിക്കുക. അതേപോലെയാണ് ലയബിലിറ്റി സൈഡിലും പെർമനൻ്റ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് ആദ്യം കാണിക്കും, ഷോർട്ട് ടേം ലയബിലിറ്റീസ് അതിന് താഴെ ലാസ്റ്റാണ് കാണിക്കുക. ദിസ് മെത്തേഡ് ഈസ് എക്സാക്ട്ലി ദ റിവേഴ്സ് ഓഫ് ദ പ്രീവിയസ് മെത്തേഡ്. ആദ്യത്തെ മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. ഈ രണ്ട് മെത്തേഡിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഏത് മെത്തേഡാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇൻ ദ കേസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ്, ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഈസ് ഫോളോവ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. But the joint stock companies prepare their balance sheet in the order of permanence. സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പ് ഫേമും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി മെത്തേഡാണ്. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് മെത്തേഡാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.